പരീക്ഷയുടെ മാർക്ക് വെളിപ്പെടുത്തണമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഒരു മാസത്തേക്കാണ് സ്റ്റേ ചെയ്തത്. വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ PSC നൽകിയ ഹർജിയിലാണ് സ്റ്റേ. ഷബ്ന വിവരങ്ങളുമായി ചേരുകയാണ്. ഷബ്ന, എന്തായാലും PSC നൽകിയ ഹർജിയിൽ ആണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. PSCക്ക് അനുകൂലമാണോ ഇത്? എന്താണ് ഹൈക്കോടതി പറയുന്നത്? വിവരാവകാശ നിയമപ്രകാരം PSC പരീക്ഷയുടെ മാർക്കുകളും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റുകളും വെളിപ്പെടുത്തണം എന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഇത് ചോദ്യം ചെയ്ത് PSC നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഒരു മാസത്തേക്ക് ഹൈക്കോടതി ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പരീക്ഷ എഴുതിയാൽ ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് അതോടൊപ്പം തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയാൽ അത് നൽകണം എന്നതായിരുന്നു. 30 ദിവസത്തിനകം അതിന് മറുപടി PSC നൽകണം, ഈ മാർക്ക് വെളിപ്പെടുത്തണം എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചത്. എന്നാൽ PSC ഇത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ, അതായത് ഒരു ഉദ്യോഗാർത്ഥി പരീക്ഷ എഴുതിയാൽ അയാളുടെ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ മാർക്ക് അടക്കമുള്ള വിവരങ്ങൾ മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ അത് നൽകണം എന്ന് പറയുന്നത് സ്വകാര്യതയുടെ ലംഘനമാണ്. അത്തരത്തിൽ നൽകാൻ കഴിയില്ല എന്നതായിരുന്നു. ആസൂത്രണ ബോർഡിലെ ചീഫ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള മാർക്കുമായി ബന്ധപ്പെട്ട് ശ്യാം കൃഷ്ണൻ എന്ന ഉദ്യോഗാർത്ഥിയായിരുന്നു ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയത്. ഈ അപേക്ഷയിലാണ് വിവരാവകാശ കമ്മീഷൻ ഈ രീതിയിൽ ഉത്തരവിട്ടത്. ഇത് ചോദ്യം ചെയ്താണ് PSC ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഏതായാലും ഈ ഉത്തരവ് ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഷബ്ന, ഈ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി. എന്തായാലും ഒരു മാസത്തേക്കാണ് സ്റ്റേ ചെയ്തത് എന്നാണ് പറയുന്നത്. ഈ ഒരു മാസം കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഇത് ഏത് രീതിയിലാകും ഹൈക്കോടതി പരിഗണിക്കുക? വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെ ഏത് രീതിയിലാകും ഹൈക്കോടതി പരിഗണിക്കുക? ഇപ്പോൾ ഈ അപേക്ഷ നൽകിയ ശ്യാം കൃഷ്ണന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PSCയോടും സർക്കാരിനോടും അടക്കമുള്ളവരോട് ഇതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു മാസത്തിനു ശേഷം ഇതിൽ വിശദമായ വാദം കേൾക്കും. അതിന് ശേഷമായിരിക്കും ഇതിൽ അന്തിമ ഉത്തരവ് വരിക. ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ ഉത്തരവ്, അതായത് വിവരാവകാശ കമ്മീഷന്റെ ഈ ഉത്തരവ് ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്യുകയാണ്. ഇതിൽ വിശദമായ വാദം നടത്തേണ്ടതുണ്ട് എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഉദ്യോഗാർത്ഥികളുടെ മാർക്കും സർട്ടിഫിക്കറ്റും അടക്കമുള്ള കാര്യങ്ങൾ ആരെങ്കിലും വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ അത് പുറത്തുവിടുന്നത്, അത് അത്തരത്തിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യമായ വിവരങ്ങൾ പുറത്തുവിടുന്നത് അത് നിയമവിരുദ്ധമാണ് എന്നായിരുന്നു PSCയുടെ വാദം. അതേതായാലും ഹൈക്കോടതി പ്രാഥമികമായി അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മാർക്ക് പുറത്തുവിടുക, അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മാർക്ക് എത്ര എന്നത് സംബന്ധിച്ച് പുറത്തു വരിക എന്ന ഒരു കാര്യം ഉദ്ദേശിച്ചതും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിവരാവകാശ കമ്മീഷൻ ഇടപെടലുണ്ടായതും. പക്ഷേ വിവരാവകാശ കമ്മീഷൻ പറയുന്ന പ്രകാരം ആരുടെയെങ്കിലും മാർക്കുകളും സർട്ടിഫിക്കറ്റുകളും പുറത്തുവിടാൻ സാധിക്കില്ല എന്നാണ് PSCയുടെ നിലപാട്. ഏതായാലും ഹൈക്കോടതി വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇതിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം ഒരു മാസത്തിന് ശേഷമായിരിക്കും ഹർജി വീണ്ടും പരിഗണിക്കുക.